നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. When I got India's first global medal 20 years back, when my department was not ready to give a promotion, they were saying it's not in there. Actually, I'm envy with them because I was in a wrong era. ഇത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് വിരുന്ന് നടത്തിയിരുന്നു. അതിൽ ഇന്ത്യയിലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരും അതേപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള പ്രമുഖരെയൊക്കെ അദ്ദേഹം ക്ഷണിച്ചിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ക്രിസ്മസ് വിരുന്നായിരുന്നു. അതിൽ മലയാളിയായ അഞ്ജു ബോബി ജോർജ് പ്രസംഗിച്ചിരുന്നു. അതിൻ്റെ തുടക്ക ഭാഗമാണ്, അതിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ ഇതിനെപ്പറ്റിയല്ല പറയാൻ വരുന്നത്. ഇതിനകം തന്നെ നിങ്ങൾ കാണുകയും എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ കേൾക്കുകയും ചെയ്തതാണ്. ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കുക. കായിക താരം എന്ന നിലയിൽ 25 വർഷമായി ഞാൻ ഇവിടെയുണ്ട്. അന്നും ഇന്നും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്ത്യയുടെ കായിക രംഗത്തെ മാറ്റങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പങ്കിനെ പുകഴ്ത്തി രാജ്യത്തെ മുൻ അത്ലറ്റായ അഞ്ജു ബോബി ജോർജ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് നടന്ന ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ സംസാരിക്കവെയാണ് അഞ്ജു ബോബി ജോർജ് ഇന്ത്യയുടെ കായിക രംഗത്തെ പുരോഗമനപരമായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. കളിക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് പോലെ തന്റെ കാലത്ത് അംഗീകാരം ഉണ്ടായിരുന്നില്ല എന്നും സ്പോർട്സിൽ ഇന്നത്തെ ആവേശം പണ്ടില്ലായിരുന്നു എന്നും പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി മോദി ചിരിക്കുന്നത് വീഡിയോയിൽ കാണാൻ. ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടത്, അതായത് അഞ്ജു ബോബി ജോർജ് പറഞ്ഞതിൻ്റെ മലയാളത്തിലുള്ള തർജ്ജമ അഥവാ പരിഭാഷ കേട്ടത് 24 എന്ന ചാനലിലാണ്. 20 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ആദ്യത്തെ സ്വർണ്ണ മെഡൽ ലഭിച്ചത്. അന്ന് എന്റെ ഡിപ്പാർട്ട്മെന്റ് പോലും എനിക്കൊരു പ്രൊമോഷൻ നൽകാൻ തയ്യാറായില്ല. പക്ഷേ നീരജ് ചോപ്രയ്ക്ക് മെഡൽ ലഭിച്ച ശേഷം കാര്യങ്ങൾ അങ്ങനെയല്ല. കായിക രംഗത്ത് നേടുന്ന വിജയങ്ങൾ ഇന്ന് ഇന്ത്യ മുഴുവൻ ഒരുപോലെ ആഘോഷിക്കുന്നു. അതുകൊണ്ടാണ് ആ 24 ചാനൽ ഞങ്ങൾ കാണിക്കുകയും ചെയ്തത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, മലയാള മാധ്യമ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇതേപോലെ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർത്ത, അത് ഹിന്ദിയിലാവട്ടെ ഇംഗ്ലീഷിലാവട്ടെ, അത് മലയാളീകരിച്ച് ഇങ്ങനെ കൊടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ. സാധാരണഗതിയിൽ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും നേതാക്കളൊക്കെ ഇവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ അത് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാർട്ടിയുടെ തന്നെ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഒരാളെ നിർത്തി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ചാനൽ തന്നെ അതിനൊരാളെ വെച്ചിട്ട് അഞ്ജു ബോബി ജോർജ് ഒരു വാചകം പറയുന്നു, പിന്നീട് അതിൻ്റെ അർത്ഥം പറയുന്നു, പിന്നീട് അത് കുറച്ചുകൂടി വിശാലമായിട്ട് പറയുന്നു. എന്തിനാണ്? ജനങ്ങൾ എന്താണ് അഞ്ജു ബോബി ജോർജ് പറഞ്ഞത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് ആർക്ക് ഗുണമാണ്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും BJPക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കുമൊക്കെ ഗുണമുള്ള കാര്യമാണ്. കാര്യം അഞ്ജു ബോബി ജോർജ് പറയുന്നത് 20 വർഷം മുമ്പ് ഞാൻ ആദ്യത്തെ ഗ്ലോബൽ മെഡൽ നേടുമ്പോൾ എനിക്ക് എൻ്റെ ജോലിയിൽ സ്ഥാനക്കയറ്റം പോലും കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്ന് നീരജ് ചോപ്രയും മറ്റുമൊക്കെ മെഡൽ നേടിക്കഴിഞ്ഞപ്പോൾ രാജ്യം അത് ആഘോഷിക്കുന്നതും പിന്നീട് ഓരോ നേട്ടത്തിലും രാജ്യവും അതേപോലെ തന്നെ അങ്ങ് ഉൾപ്പെടുന്ന മന്ത്രിസഭയൊക്കെ ഏത് രീതിയിലാണ് അത് ആഘോഷിക്കുകയും അവരെ എന്താ പറയുക കരുതലോടെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നെപ്പോലുള്ളവർ കാലം തെറ്റി പിറന്നവരാണ്, ഈ കാലത്തായിരുന്നുവെങ്കിൽ എന്ന് അവർ ആശയോടെ പറയുകയാണ്. അതിനുശേഷം നരേന്ദ്രമോദി സർക്കാർ ഈ കായിക താരങ്ങളോടും മറ്റും അതേപോലെ തന്നെ സ്ത്രീകളോടുമുള്ള ഇത് പറച്ചിൽ മാത്രമല്ല, സ്ത്രീ ശാക്തീകരണം എന്നത് പറച്ചിൽ മാത്രമല്ല, അത് പ്രവൃത്തിയിലും വരുത്തുന്നതാണ് എന്ന തരത്തിൽ മുഴുവൻ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും പുകഴ്ത്തുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അത്തരം ഒരു കാര്യങ്ങൾ, അതും മലയാളിക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത ഇംഗ്ലീഷ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെപ്പറ്റി നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാം. ഇവിടെ ഡിഗ്രിയും അതിലും വലുതൊക്കെ എടുത്താലും ഇംഗ്ലീഷ് ഒന്നും നല്ല രീതിയിൽ സംസാരിക്കുന്ന വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അത് യാഥാർത്ഥ്യമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ചും SFIക്കാരായിട്ടുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയുകയും വേണ്ട. അതേപോലെ തന്നെ ഹിന്ദിയും നമ്മുടെ രാഷ്ട്രഭാഷ എന്നൊക്കെ പറയുമ്പോഴും ഈ ഹിന്ദിയും നമുക്ക് വലിയ പിടിയൊന്നുമില്ല. ചിലർക്കൊക്കെ അറിയാമായിരിക്കും, പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക്. മറിച്ച് ഈ ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ ആണെങ്കിൽ ബഹുഭൂരിപക്ഷം മലയാളികൾക്കും അറിയില്ല. മുൻകാലങ്ങളിലൊക്കെ ഏത് ചാനലാവട്ടെ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഓടിച്ച് കാണിച്ചിട്ട് അവർ എന്തെങ്കിലും ഈ വാർത്തയിൽ എന്തെങ്കിലും അതിനൊരു വിശദീകരണം കൊടുത്ത് അങ്ങ് വിടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ കൃത്യമായും അഞ്ജു ബോബി ജോർജ് പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ അർത്ഥം, ശരിയായിട്ടുള്ള അർത്ഥവും പിന്നെ അതിനൊരു വിശദീകരണം കൂടെ കൊടുത്തിട്ട് ഓരോ ആളുകളും ഇത് അറിയാൻ വേണ്ടി തന്നെ ബോധപൂർവം 24 ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് 24-ന് ഈ മാറ്റം ഉണ്ടായത്? എങ്ങനെയാണ്? 8ൻ്റെ പണി കിട്ടിയതുകൊണ്ട്. എവിടെ നിന്നാണ് കിട്ടിയത്?
നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയോ BJP ഒന്നും ചെയ്തതല്ല. എവിടുന്ന ഇത്ര കാലവും താങ്ങിക്കൊണ്ട് നടന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും കൊടുത്ത പണിയിൽ ആ കലിപ്പ് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. അല്ലാതെ നരേന്ദ്രമോദിയോടോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടോ ഉള്ള സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ല. ആ കലിപ്പ് കൊണ്ട് മാത്രമാണ് അവർ ഇത് ചെയ്തത്. ഒരുപക്ഷെ മറ്റ് വേറെ ചാനലുകളും ഇത് പിന്തുടരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്താൽ നരേന്ദ്രമോദിയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരുമൊക്കെ പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ, അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ മലയാളം തർജ്ജമ ചെയ്ത് കൊടുത്താൽ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കട്ടയും പടവും തന്നെ മടങ്ങിപ്പോകും. പലപ്പോഴും എന്താണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറയുന്നത് എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാവാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള അന്തംഗമ്മികളെ ഇവർക്ക് പറ്റിക്കാൻ പറ്റുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവരെന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ അവരും ആ സത്യം മനസ്സിലാക്കും. ബംഗാളും ത്രിപുരയുമൊക്കെ അങ്ങനെയാണ്. ബംഗാളിലും ത്രിപുരക്കാർക്കൊക്കെ ഹിന്ദിയൊക്കെ കുറേയൊക്കെ മനസ്സിലാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവരോട് ആശയവിനിമയം നടത്താനും അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. അതാണ് അവിടെ നിന്ന് ഈ കമ്മ്യൂണിസം എന്ന ഈ സംഗതി പോയത്. മറിച്ചു ഈ അന്തംഗമ്മികളെ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു പാർട്ടി CPM അല്ലെങ്കിൽ CPI പാർട്ടി ഗ്രാമങ്ങളുമുണ്ട് ഇവിടെ ഒരുപാട്. ദേശാഭിമാനിയും കൈരളിയും മാത്രമായിരിക്കും അവർ മുഖ്യമായിട്ടും ആശ്രയിക്കുന്നത്. പുറത്ത് നടക്കുന്നതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. എന്ത് നടന്നാലും അവർക്കത് അറിയാനുള്ള മാർഗവുമില്ല. അവരുടെ മുന്നിലേക്ക് ഇത് ഇന്നതാണ് പറഞ്ഞത് എന്ന് ആരും എത്തിച്ചു കൊടുക്കുകയില്ല. അതിൻ്റെ ഉദാഹരണമാണ് 15 ലക്ഷം രൂപ ഇപ്പോഴും അക്കൗണ്ടിലേക്ക് തരും എന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞത് ഇവിടെ നിന്ന് അടിച്ചു മാറ്റി ഓരോ ബാങ്കിലും ഓരോ വിദേശങ്ങളിലെ ഓരോ ബാങ്കിലും കൊണ്ടിട്ടിരിക്കുന്ന പണമെന്നത് ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ ഓരോരുത്തർക്കും വിധിച്ചു കൊടുത്താൽ പോലും 10-15 ലക്ഷം രൂപയോളം കണ്ടേക്കും. അത് പല രാഷ്ട്രീയ നേതാക്കളും ഒരു തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് വാചകം മാത്രമാണ്, അല്ലാതെ കൃത്യമായ കണക്ക് വെച്ചുകൊണ്ടല്ല പറയുന്നത്. അത്രത്തോളം പണം ഇവിടുന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമ്മൾ കേട്ടത് എങ്ങനെയാണ്? നരേന്ദ്രമോദി സർക്കാരിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും 15 ലക്ഷം രൂപ വെച്ചിട്ട് തരുമെന്ന് അദ്ദേഹം പറഞ്ഞ് എന്ന തരത്തിലാണ് ഇവർ പ്രചരിപ്പിച്ചത്. ഹിന്ദി അറിയില്ല, അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോയി അതെന്താണെന്ന് മനസ്സിലാക്കാനും ആരും ശ്രമിച്ചില്ല. അതിൻ്റെ ആവശ്യമില്ല അന്തംഗമ്മികൾക്ക്. കാരണം മോദിയല്ലേ പറഞ്ഞത്, ഇങ്ങനെയായിരിക്കും പറഞ്ഞത് എന്ന്. ജയിച്ചതിന് ശേഷം എവിടെ 15 ലക്ഷം രൂപ, എവിടെ 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞു നടന്നു. കുറേ നാൾ സംഖ്യകൾ ഇത് കേട്ടോണ്ട് നടന്നു. അതിനുശേഷം അവർ തിരിച്ച് പറഞ്ഞ് പോയി വേലെടുത്ത് ജീവിക്കടാന്ന് പറഞ്ഞ്, അപ്പോൾ കിട്ടും 15 ലക്ഷം എന്ന്. അപ്പോൾ പറഞ്ഞു വന്ന അത്രയേ ഉള്ളൂ. ഇതേപോലെ 24-ന് ഒരു കലിപ്പ് കയറിയിട്ടാണ് ഇപ്പോൾ ഈ മലയാളത്തിൽ ഇത് കാണിക്കുന്നത്. 24-നെ പോലെ മറ്റ് ചില ചാനലുകൾ കൂടി നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളും അവരുടെ സർക്കാർ പറയുന്ന കാര്യങ്ങളും സർക്കാർ പദ്ധതികളെ പറ്റി, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ പറ്റിയൊക്കെ ഇതുപോലെ മലയാളത്തിലാക്കി കൊടുത്താൽ പെട്ടുപോകും പിണറായി ടിയോ. ഒരു സംശയവുമില്ല, പെട്ടുപോകും. ഇതിപ്പോൾ കലിപ്പ് കൊണ്ടാണ് കേട്ടോ. അവരുടെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ നിങ്ങൾ കേസെടുത്തു, പോരാഞ്ഞിട്ട് ഹാഷ്മിക്കെതിരെ വധഭീഷണി വരികയായിപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിത് ചെയ്തില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി മറ്റൊരു വീഡിയോ കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടു നോക്ക്. മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്ത് ജയിക്കാൻ പറ്റും. അത് അപൂർവം മണ്ഡലം കണ്ണൂരിലാണോ ഉണ്ടെങ്കിലേ ഉള്ളൂ. ആലപ്പുഴയൊന്നുമില്ല. മറ്റുള്ളവരോട് ചെയ്യണം, അവരാണ് ഭൂരിപക്ഷക്കാർ വരുന്നത്. ഇതാരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ജി സുധാകരനാണ്. ജി സുധാകരൻ ആർക്കെതിരെയാണ് പറഞ്ഞതെന്ന് വളരെ വ്യക്തമാണ്. അതായത് പാർട്ടിക്കാരുടെ മാത്രം വോട്ട് കൊണ്ട് ഒരാളും ജയിക്കില്ല. ആ പാർട്ടിക്കാരല്ല, മാർക്സിസ്റ്റുകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരുടെ കൂടി വോട്ടുണ്ടെങ്കിൽ മാത്രമേ അസംബ്ലി പോലുള്ള സ്ഥലങ്ങളിൽ ജയിക്കാൻ പറ്റൂ. എവിടെ നിന്ന് പാർലമെൻറ്റിലേക്കാണെങ്കിലും അസംബ്ലിയിലേക്കും ജയിക്കാൻ പറ്റൂ. അപ്പോൾ അവരെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് പാർട്ടിക്ക് നിലനിൽപ്പില്ല. 12% ആയിരുന്നു ഒരിക്കൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വോട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ 12% കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് 2.5% എന്നാണ് അദ്ദേഹം പറയുന്നത്. 2.5% പോലും ഇല്ല യഥാർത്ഥത്തിൽ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷം നോക്കിയപ്പോൾ 1% മാത്രമാണ് ഇവർക്ക് ഇടതുപക്ഷത്തിനും വോട്ട് കിട്ടിയത്. ഇപ്പോൾ അത്രയും പോലും കാണാൻ സാധ്യതയില്ല. കാരണം ത്രിപുരയും ബംഗാളുമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 1% മാത്രമേ 1% താഴെ മാത്രമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ അഹങ്കാരം മാറ്റി വെച്ചില്ലെങ്കിൽ പണി കിട്ടും. വെറും പണിയല്ല, കടുത്ത പണിയും 8ൻ്റെ പണിയും ഒക്കെ കിട്ടുമെന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. പാർട്ടിക്കാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിക്കാവുന്ന സ്ഥലമൊന്നും ആലപ്പുഴയിലില്ല. അത്തരം ചില സ്ഥലങ്ങൾ കണ്ണൂരിൽ കണ്ടേക്കാം എന്ന് കണ്ണൂർ ലോബിക്ക് കൂടെ ഉള്ളൊരു പണിയാണ്. ഈ കണ്ണൂർ ലോബി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൽ പിണറായിയും പി ജയരാജനും അതേപോലെ തന്നെ MV ജയരാജനൊക്കെ ഉൾപ്പെടും, പി ശശിയൊക്കെ ഉൾപ്പെടും എന്ന് ഓർക്കുക. അപ്പോൾ ആർക്കെതിരെയുള്ള കൊട്ടായിരുന്നു എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.